മഴക്കാലങ്ങളിലും നമുക്ക് ശരീരത്തിനോ വയറിനോ ഒക്കെ സുഖമില്ലാത്ത സമയങ്ങളിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് നാടൻ രസം. ഇന്നത്തെ നമ്മുടെ വിഭവം അതാണ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് നമുക്കൊരു എളുപ്പത്തിലൊരു രസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 നല്ലപോലെ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. അതിൻ്റെ ഞെടുമ്പ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലപോലെ ചൂട് വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാനാണ്. ഇങ്ങനെ ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാകും. ഒരു കുറച്ച് സമയത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ പുളി, രസത്തിന് ആവശ്യമുള്ള പുളി, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒഴിച്ച് വയ്ക്കാം. ഒരു 5-10 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേക്ക് രണ്ടും നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതിനെ രണ്ടറ്റവും ഒന്ന് മുറിച്ച് കഴിഞ്ഞിട്ട് നെടുകെ ഒന്ന് വരഞ്ഞു കൊടുത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ തൊലി കളയാൻ പറ്റും. 2 സൈഡ് ഇതുപോലെ അങ്ങ് മുറിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മധ്യഭാഗത്തുനിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഒന്നായിട്ടതിങ്ങ് പൊളിഞ്ഞ് വരും. അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്നത് നമുക്ക് ആ വെളുത്തുള്ളി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. അത്ര രുചിയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് രസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ണാനൊക്കെ ഒരു ഇതല്ലേ. അങ്ങനെ ഊണിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഒഴിച്ചുകൂട്ടാൻ ഇത് രസം മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഒരു പപ്പടമോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഊണ് നല്ല കുശാലായില്ലേ. അപ്പം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിനകത്തിട്ട് ചതച്ചെടുക്കാം. മിക്സിക്കകത്ത് അരയ്ക്കാനുള്ള ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ഇടികല്ലിനകത്തോ അല്ലെങ്കിൽ ഒരു അമ്മിക്കല്ലിനോ ഒക്കെ ഇതൊന്ന് ചതച്ചെടുക്കാം. 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ചേർക്കുന്നെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ കുരുമുളകും കൂടി ഇട്ട് ചതച്ചെടുക്കാം. ഞാൻ ഇതിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. അതെടുത്തങ്ങ് മാറ്റാം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചത്. പുളി അതുപോലെ ചൂടുവെള്ളത്തിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പുളിയും തക്കാളിയും കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ കുറച്ചും എരിവധികം ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കഷ്ടിച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ടല്ലോ. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അതും ചേർത്തു. മുളക് ചതയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജീരകത്തിൻ്റെ കൂടെ ചതച്ചാൽ മതി. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക.
കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായം ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഡൈജഷന് ഏറ്റവും നല്ല ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ജീരകം ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ എല്ലാം കൂടെ നമുക്കിതങ്ങനെ വേവിച്ചാൽ മതി. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് രസം തയ്യാറാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. നമ്മൾ പച്ചയ്ക്കല്ലേ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു വേവ് ആവുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അതിലെ വലിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് തൊലിയൊക്കെ. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അതെല്ലാം ശരിയാവും. ഇനി നമുക്ക് പുളി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നോക്കിയിട്ട് നമ്മളിത് ചേർക്കണം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നോക്കണം. അപ്പോൾ പുളി നോക്കുമ്പോൾ നമുക്കറിയാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പുളി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയില ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില, ഒരു ചെറിയ കഷ്ണം ശർക്കര, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഇത്രയും കൂടാണ് ഇപ്പോൾ ചേർത്തത്. ഇതിനി നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് വെള്ളം ഒന്ന് ശക്കലം ഒന്ന് വറ്റി വരുന്നവരെ തിളപ്പിക്കാം. എല്ലാം ചേർന്ന് നല്ല വാസന വരുന്നുണ്ട്. വെളുത്തുള്ളി തിളച്ചതും നമ്മുടെ മല്ലിയിലയും എല്ലാം ചേർന്ന് നല്ല ഒരു വാസനയൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ മാറി. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി ഇതിന് നല്ലൊരു കടുക് വറവൂടെ ചെയ്യാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്തു. ഒരു നുള്ള് ഉലുവാപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നുള്ള് ഉലുവ ചേർത്തിട്ടുള്ളൂ. ഒരു മുളക്, ഉണക്കമുളക്, ഒരു തണ്ട് കരിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്ത് നമുക്ക് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ രസം നമുക്കിതുപോലെ തയ്യാറാക്കാം. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. രസം നിങ്ങളിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.